സ്ക്വയർ റൂട്ട്സുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് PSC എക്സാംസിന് ചോദിക്കാറുള്ളത് 5 ടൈപ്പ് പ്രോബ്ലംസ് ആകുന്നു. ഈ 5 ടൈപ്പ് പ്രോബ്ലംസും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്കതിൽ വരുന്ന ടൈപ്പ് 1 വരുന്ന ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 30 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 30 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 32 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 15 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1. വാട്ട് വിൽ ബി ദിസ് ആൻസർ? നമുക്ക് നോക്കാം. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്ക്വയർ റൂട്ട് ഓഫ് 1 എത്ര വരും? 1. ഓക്കെ, 15 plus 1, that is 16. Square root of 16, 4. 4 plus 32, 36. Square root of 36, that is 6. 30 plus 6, 36. Square root of 36, 6. 6 plus 30, 36. Square root of 36, that is 6. അപ്പോൾ the answer is 6. ഇനി ഇവിടെ സബ്സ്ട്രാക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. Square root of 81, that is 9. 130 minus 9, 121. Square root of 121, 11. 92 minus 11, 81. Square root of 81, 9. 58 minus 9, 49. Square root of 49, 7. 71 minus 7, 64. Square root of 64 is 8. ഇതിൻ്റെ ആൻസർ 8 വരും. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. അഡീഷൻ കഴിഞ്ഞു, സബ്സ്ട്രാക്ഷൻ കഴിഞ്ഞു, ഇനി മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 16, 4. 25 into 4, 100. Square root of 100 is 10. 40 into 10, 400. Square root of 400 is 20. 45 into 20. 45 into 20, 900. Square root of 900, that is 30. അപ്പോൾ ഇതിൻ്റെ ആൻസർ 30 വരും. ഇനി ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 6 ഇൻറ്റു 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 സ്ക്വയർ റൂട്ട് ഓഫ് 6. ഇതിൻ്റെ ആൻസർ വരുന്നത്, നമുക്കിത് ചെയ്യാനായിട്ട് ഫോർമുല ഉപയോഗിക്കണം. ഫോർമുല എന്ന് പറയുന്നത് a റൈസ് ടു 2 റൈസ് ടു n മൈനസ് 1 ബൈ 2 റൈസ് ടു n ആണ്. ഇവിടെ a എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് എടുക്കുന്ന നമ്പറാണ്. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് 6 ആണ്. അപ്പോൾ 6 എഴുതുക. 6 റൈസ് ടു 6 റൈസ് ടു 2 റൈസ് ടു n. അപ്പോൾ 2 റൈസ് ടു n. n എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എത്ര 6 ഉണ്ടെന്ന്? 1 2 3 4 5 5 ഉണ്ട്. അപ്പോൾ 6 റൈസ് ടു 2 റൈസ് ടു 5 ഇവിടെ മൈനസ് 1 ബൈ 2 റൈസ് ടു n. 2 റൈസ് ടു n എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് 6 ഉണ്ട്? 1 2 3 4 5 5. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 6 റൈസ് ടു 2 റൈസ് ടു 5 മൈനസ് 1 ബൈ 2 റൈസ് ടു 5 ആണ്. നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 റൈസ് ടു 5 കാണുക, 2 റൈസ് ടു 5ൽ നിന്ന് 1 കുറയ്ക്കുക, എന്നിട്ട് ആ നമ്പർ മേലും ഈ 2 റൈസ് ടു 5ൻ്റെ ആൻസർ താഴെയായിട്ട് എഴുതി നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇവിടെ a റൈസ് ടു 2 റൈസ് ടു n മൈനസ് 1 ബൈ 2 റൈസ് ടു n ആണ് ഫോർമുല. ഫോർമുല എഴുതാം. a റൈസ് ടു 2 റൈസ് ടു n മൈനസ് 1 ബൈ 2 റൈസ് ടു n. നമുക്കിതെങ്ങനെ ചെയ്യാം? a എന്താണ്? a എന്ന് പറയുന്നത് 15 ആണ്. 15 റൈസ് ടു 2 റൈസ് ടു n 1 2 3 4. 2 റൈസ് ടു 4 മൈനസ് 1 ബൈ 2 റൈസ് ടു 4. നമുക്ക് എന്ത് വരും? 15 റൈസ് ടു 2 റൈസ് ടു 4 എന്ന് പറയുമ്പോൾ 16 ആണ്. 16 മൈനസ് 1 15. അപ്പോൾ 15 ബൈ 16. ഓക്കെ, 15 റൈസ് ടു 15 ബൈ 16. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ആയിട്ട് എഴുതിയിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 50 സ്ക്വയർ റൂട്ട് ഓഫ് 50 സ്ക്വയർ റൂട്ട് ഓഫ് 50. ഇതെങ്ങനെ വരും? 50 റൈസ് ടു 2 റൈസ് ടു n 1 2 3. 2 റൈസ് ടു 3 മൈനസ് 1 ബൈ 2 റൈസ് ടു 3. ഇതെന്തൊരു ആൻസർ? ആൻസർ ഈസ് 50 റൈസ് ടു 2 റൈസ് ടു 3 എന്ന് പറയുമ്പോൾ 8 മൈനസ് 1 7. അപ്പോൾ 15 റൈസ് ടു 7 ബൈ 2 റൈസ് ടു 3 8. 15 റൈസ് ടു 7 ബൈ 8 എന്ന് വരും. നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇൻഫിനിറ്റി വെച്ച് വരുവാണെന്നിരിക്കട്ടെ.
ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇൻഫിനിറ്റി വെച്ചാണ് വരുന്നത് എങ്കിൽ ഇതിനകത്ത് ഫോർമുല ഉപയോഗിക്കേണ്ട. ആൻസർ എന്ന് പറയുന്നത് ഈ 10 തന്നെയായിരിക്കും. ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള 10 തന്നെയായിരിക്കും ആൻസർ. ഇതേ ക്വസ്റ്റ്യന് ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കേണ്ടതില്ല. ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് വന്നിട്ടുള്ള വാല്യൂ ആ 9 തന്നെയായിരിക്കും ആൻസർ. ഓക്കെ, 9. ഡൗട്ടില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 20 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 20 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 20 പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് അടുത്തടുത്തുള്ള 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് ഈ 20 എടുക്കണം. അടുത്തടുത്തുള്ള 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് 20 എടുക്കണം. അങ്ങനെ വരുമ്പോൾ 4 × 5 അതിൽ 20. ഇതിനകത്ത് ഇവിടെ പ്ലസ് ആണ് വന്നിട്ടുള്ളത് എങ്കിൽ, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഈ അടുത്തടുത്തുള്ള നമ്പേഴ്സിൽ വലിയ നമ്പറാണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത്. ആൻസർ 5. അടുത്ത ക്വസ്റ്റ്യൻ. സ്ക്വയർ റൂട്ട് ഓഫ് 12 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 12 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 12 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ ഈ 12നെ അടുത്തടുത്തുള്ള 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എടുക്കണം. അങ്ങനെ വരുമ്പോൾ അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 4 × 3. ഇവിടെ പ്ലസ് ആണ്. പ്ലസ് ആകുമ്പോൾ നമ്മളിതിനകത്ത് വലിയ നമ്പർ എടുക്കണം. ഇതിനകത്ത് വലിയ നമ്പർ എന്ന് പറയുമ്പോൾ 4 ആണ്. 4 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 30 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 30 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 30 മൈനസ് ഇൻഫിനിറ്റി. ഇതിൻ്റെ ആൻസർ എന്ത് വരുമെന്ന്. ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ അടുത്തടുത്തുള്ള 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് 30 എടുക്കുക. അപ്പോൾ 30ക്ക് അടുത്തടുത്തുള്ള പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ 6 × 5 അതാണ് 30. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഈ 2 നമ്പേഴ്സിലെ ചെറിയ നമ്പറാണ് ഇതിൻ്റെ ആൻസർ. ഈ 2 നമ്പേഴ്സിലെ ചെറിയ നമ്പറാണ് ഇതിൻ്റെ ആൻസർ. ദാറ്റ് ഈസ് ആൻസർ ഇസ് 5. ഇങ്ങനെ 5 ടൈപ്പ് പ്രോബ്ലംസാണ് PSCക്ക് സ്ക്വയർ റൂട്ടുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. നമ്മളിത് ചെയ്യുന്ന മെത്തേഡ് നമ്മളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. ഇത് ചെയ്യുന്ന മെത്തേഡ്സ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.